അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി, ഇത് ചിന്ന വ്ളോഗാണ്, വേറെ ഒന്നുമല്ല. 10 മിനിറ്റുള്ള ചിന്ന വ്ളോഗ്. നമ്മുടെ അറിയാലോ, കേരളത്തിൽ ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മുടെ ഫോളോവറായ ഒരാള് ഫ്രീ ആയിട്ട് പൂളിലോട്ട് വിളിച്ചിരിക്കുകയാണ് എന്നെ. പക്ഷേ നമുക്ക് പ്രൊമോഷൻ ഒന്നല്ല, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പൂളിലോട്ട് പോവാണ്. എന്തായാലും വെറുതെ വീട്ടിലിരുന്ന് മുഷിക്കണ്ടല്ലോ, അപ്പോൾ ഞങ്ങളൊന്ന് പൂളിൽ പോയി ചാടി കുളിച്ചിട്ടൊക്കെ വരാം. പിന്നെ കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ കുളിക്കാത്തവരല്ലാതെ. ദൈവം മിഞ്ഞാന്ന് വിളിച്ച്. നീ എപ്പോഴാണ് വിളിച്ചേ? 4 ദിവസം എപ്പോഴാണ് വിളിച്ചേ? 4 മാസം. എന്റെ ദൈവമേ, കണ്ട നമ്മളൊക്കെ ഇത്രയെങ്കിലും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും പോയിട്ട് വരാം, ബാക്കി കാണാം. മുടിഞ്ഞ വെയില്, ഇവിടുത്തെ സൺസ്ക്രീമിൽ കുളിക്കുന്നു നമ്മുടെ കാറ്. ഗൈസ് ഈ ബൈക്ക് ഇന്നലെ അവിടെ കുഴി വീണിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എൻജിൻ പണി ഇന്ന് വൈകിട്ടാണ്. സോ അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ മെർജ് ചെയ്യാം. വണ്ടി വർഷത്തിൽ കിടന്നേക്കാം. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തു. പണ്ട് CID മ്യൂസിക്കുള്ള പോലെ ഇതിനൊക്കെ ഇങ്ങനത്തെ പ്രത്യേകത. തണ്ണി കരിഞ്ഞിരിക്കുന്നതായിരിക്കും. എന്ത് വെള്ളം ക്യാമറ ഇവനൊന്നും മിണ്ടുന്നില്ലല്ലോ വ്ളോഗ് ഓൺ ആക്കിയിട്ട്. സൂര്യ ഇടപെടടാ. അതെ അതെ എനിക്കിട്ട് ഇനി ഉണ്ടാക്ക്. ഏതാ ലൊക്കേഷൻ? അപ്പോൾ നമ്മൾ ചാടി കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ ബാക്കി കാര്യങ്ങൾ അറിയാം. വേറെ കുറേ പരിപാടി ഉണ്ട്, വേറെ കുറേ പരിപാടി ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ചായ കുടി ഉണ്ട്, വേറെ കുറേ സ്ഥലത്ത് പോകണം. ഗൈസ് ഇവരൊക്കെയാണ് ചാടുന്നത്. സൂ ഇപ്പം ചാടത്തില്ല, നമ്മൾ കുളിക്കുന്ന കണ്ട് സൂ നോക്കിയേ, സൂവിന് കൊതി വന്നാൽ മാത്രം ചാടത്തുള്ളൂ. ജോസഫ് ഭായ് ഇടുക്കിയിൽ നിന്ന് ഒരുത്തൻ പൂളി ചാടാൻ വന്നിരിക്കുന്നു, വേറെ ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്നു. പിന്നെ ചേട്ടൻ സൗദിന്ന് എന്തല്ലേ ഗൈസ്. ആഹാ സൂര്യൻ മഞ്ഞ വെളിച്ചം. ഗൈസ് ഇവിടെ ഇത്ര അടുത്ത് ടവർ ഉണ്ട്, പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ല. എന്ത് പറയാനാ അല്ലേ? നോക്കിയേ, ഇതാണ്. വെള്ളത്തിൽ ചാടിയിട്ട് പിന്നെ കാണാം. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കയറി വരാം. ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പപ്പീനെ പിക്ക് ചെയ്യാൻ ആള് വീട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുണ്ടെന്നാണ്. സോ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ
ആ ഓക്കെ. ആ ആളെവിടെയുള്ള? മൈസൂരാണല്ലേ? ഓക്കെ, വാടാ. ഇപ്പൊ ഏതിലാണോ വന്നത്? ബൈക്കിന്? എടാ ഏതിലാ അല്ല ഏത് വണ്ടിയിലാ വന്നേ? ആ ബോക്സ്. ഇതാണ് ആള്. എടാ രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ എടാ അവനെ ഒന്ന് വിളിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അവനെ വീഡിയോ കോൾ വിളിക്കണമെന്ന് പറഞ്ഞ. അല്ല മറ്റേ പുള്ളീനെ വീഡിയോ കോൾ ചെയ്യണം ചെയ്യാന്ന് പറഞ്ഞായിരുന്നോ? ബ്രോ അവര് വന്നിട്ടുണ്ട്, അപ്പൊ ഒന്ന് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ചാടും ഒന്നും ചെയ്യണ്ട. പോ. ഹായ് ഗൈസ്, നമ്മളപ്പോ ഇന്നലെ ഒരു ഗിവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പൊ അതിന് വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ ആളപ്പോ ദുബായിലാണ്. സോ ആളുടെ ഒരു കസിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പം ആള് ഏപ്രിൽ 4 നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ സോ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യാണ്. അപ്പം എന്തായാലും അരുൺ ബ്രോ പപ്പീനെ ഗിവ് അവേ വിന്നർക്ക് കൊടുക്കാൻ പോവാണ്. സോ ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. നമ്മൾ ഇനി അടുത്ത വീഡിയോസിൽ വരുന്നതാണ്. സോ അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പം ബ്രോ ഹാപ്പി ആണ്? ശരി, ഓക്കേടാ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഇതേ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കരയാണ് അവിടെ ഇരുന്നിട്ട്. സൂര്യ കരഞ്ഞ്. എടാ ആദി എന്നാ ബൈക്കും താക്കോലും എടുത്തോ. അവര് നമുക്കൊന്ന് പോയിട്ട് വരാം. ആ കോട്ടക്കുന്ന് വരെ മതി. ഒരു ഹെൽമെറ്റ് മതി ഡ്രൈവറിന്. ആ അപ്പോൾ ഗൈസ്, ഞങ്ങളൊന്ന് ടൗണിൽ പോയിട്ട് ഇനി വേറെയും കുറച്ച് പരിപാടി ഉണ്ട്. ബെല്ലക്കേണ്ട ഫുഡും കാര്യങ്ങളും ചെയ്യണം. പിന്നെ അടുത്ത ഗീവ് അവേയുടെ വീഡിയോ ഉടനെ വരുന്നതാണ്. സോ ഞാൻ എൻ്റെ ചാനലിലും പോസ്റ്റ് ചെയ്യാം, ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. സോ അപ്പം ഇനി നമ്മുടെ അടുത്ത പ്ലാനിലോട്ട് പോവാണ്. അടുത്ത പ്ലാൻ എന്താടാ? ആ കട്ടയുടെ കാര്യം. സോ കട്ടയുടെ കാര്യം നോക്കണം. പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഫുഡ് പ്ലാൻ ചെയ്യാം. ഗ്രില്ല് നിങ്ങൾ പോകുന്നതിന്റെ തലേദിവസം നമുക്ക് അടിക്കാം. നാളെ. ഓക്കെ ഗൈസ്, സോ